ഷമിനോ സ്പ്രേ ചെയ്ത് ഗാർഡൻ ടൂർ നടത്തിയപ്പോഴാണ് ശ്രദ്ധിച്ച് ഈ 2 ചെടികളും ശോഷിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ വേറെ ചെടിച്ചട്ടിയിലേക്ക് റീപോട്ടിങ് ചെയ്യാനുള്ള ശ്രമമാണ്. മൺകോരി എടുത്തിട്ട് ചെടിച്ചട്ടിയിലെ കുറേ മണ്ണ് അങ്ങ് കോരിയെടുത്തു, അടുത്തൊരു ബക്കറ്റിലേക്ക് മാറ്റി. ഇനി അത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. പിന്നെ ഇപ്പോൾ എല്ലാ ചെടിച്ചട്ടികളും ചെയ്യണ പോലെ ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി കിട്ടും, അത് പാക്കറ്റിൽ വരുന്നത്. ശേഷം ചെറിയ ചെടിച്ചട്ടിയിൽ നിന്ന് ചെടി മാറ്റിയെടുത്തു. കണ്ട വേരൊക്കെ കണ്ടില്ലേ, നല്ലോണം ഉണ്ട്, ഒരു ചിരട്ടപ്പൻ ചുട്ട പോലെ ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചെടി അതുപോലെ തന്നെ മാറ്റിയെടുത്തു. ആ മണ്ണ് ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. പിന്നെ കുറേശ്ശെ മണ്ണും കുറച്ച് വേപ്പ് പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ചെടി നല്ല വെയിലത്തായിരിക്കണേ. ഇനിയിപ്പോൾ അത് അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ ക്ഷീണാവും. അതിന് മുമ്പ് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ പൊങ്ങിയിരിക്കണ മണ്ണൊക്കെ കുറേശ്ശെ ഒലിച്ച് സൈഡിലേക്കൊക്കെ ഇറങ്ങി കിട്ടും. അപ്പോൾ ഏകദേശം ഇങ്ങനെ കുറേ ദിവസം നനച്ച് കഴിയുമ്പോൾ മിക്കവാറും ചെടിച്ചട്ടി ഒരേ ലെവലിലാവും. ഇപ്പോൾ ആ പഴയ മണ്ണ് കുറച്ച് പൊങ്ങി നിൽക്കുന്നതുകൊണ്ടൊരു വ്യത്യാസം കാണിക്കും, ഒരു മൺതിട്ട പോലെ കാണിക്കുന്നുണ്ട്. അത് പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്, ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ചെടി രണ്ടും അങ്ങ് തണലത്തേക്ക് മാറ്റി വെച്ചു. കാരണം ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഷോക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ചെടി റീപോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോവും. പക്ഷെ ഇതിലങ്ങനെ വരാൻ സാധ്യത കുറവാണ്. കാരണം ഞാൻ വേരുകളെ ഒന്നും തൊട്ടിട്ടില്ല. അതാ മണ്ണപ്പം പോലെ മൊത്തത്തിലങ്ങ് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. വിടർത്തിയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ ഷോക്ക് എന്തായാലും ഉണ്ടാകും. പ്രത്യേകിച്ച് വലിയ ചെടികളാകുമ്പോൾ സാധ്യത വളരെ കൂടുതലാണ്. അന്ന് ചെറിയ ചെടിയെക്കാട്ടും വേരുകളെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് വലിയ ചെടികൾക്കാണ്.